അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരസാക്ഷിയായി യേശുവിൻ്റെ നാമത്തിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും ഉയർത്തിയതിന് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ പേര് ഹണിമോൾ സെബാസ്റ്റ്യൻ, ഇത് ഹസ്ബൻഡ് സെബാസ്റ്റ്യൻ. ഞങ്ങൾ കാലടിയിൽ നിന്ന് വരുന്നു. അമ്മ ഞങ്ങളുടെ ജീവിതത്തിൽ തന്ന വലിയ അനുഗ്രഹത്തിന് നന്ദി പറയാനാണ് ഞാൻ ഈ സന്നിധിയിൽ നിൽക്കുന്നത്. ഞാനൊരു നേഴ്സായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ 2014 പാസ് ഔട്ടായതാണ്. അന്ന് മുതലുള്ള ആഗ്രഹമാണ് യൂറോപ്യൻ കൺട്രിയിലേക്ക് പോകുക എന്നത്, ഏതൊരു നേഴ്സിനെയും പോലെ തന്നെ. 2015 മുതൽ ഞാൻ അതിനായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. OET എഴുതി, IELTS എഴുതി, കിട്ടിയില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ മാരേജിന് ശേഷം ഞാൻ ഖത്തറിലേക്ക് പോയി. ഖത്തറിൽ ചെന്നതിന് ശേഷം ആ ആഗ്രഹം എന്നിൽ നിന്ന് വിട്ടുമാറിയിട്ടില്ല. പിന്നെയും OET എന്ന പഠനം ഞാൻ അവിടെ വെച്ച് തന്നെ ആരംഭിച്ചു. ഓൺലൈനായിട്ട് പഠിക്കാൻ തുടങ്ങി. അതിനുശേഷം ഞാൻ അവിടുത്തെ റമദാനിൽ നമുക്ക് പേഷ്യൻസ് കുറവായിരിക്കും. അപ്പോൾ ഞാൻ അവിടെ നിന്ന് യൂട്യൂബിൽ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് സാക്ഷ്യങ്ങൾ കയറി വന്നത്. അങ്ങനെ തുടർച്ചയായി ഞാൻ സാക്ഷ്യങ്ങൾ കാണുവാൻ തുടങ്ങി. പല സാക്ഷ്യങ്ങളും ഇങ്ങനെ യൂറോപ്യൻ കൺട്രിയിലേക്ക് പോകുന്ന നഴ്സുമാരെ സംബന്ധിച്ചുള്ളതായിരുന്നു. അത് എന്നെ കൂടുതൽ ഈ സാക്ഷ്യങ്ങൾ കാണുവാനുള്ള ഇൻസ്പിറേഷൻ കിട്ടി. അങ്ങനെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഹസ്ബൻഡ് ഇങ്ങനെ കൃപാസന പത്രം കിട്ടുന്ന സമയത്ത് അങ്ങനെ വായിച്ചൊന്നും നോക്കാറില്ലായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഹസ്ബൻഡാണ് എന്നോട് പറഞ്ഞത്, നിനക്കിങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ നീ ഉടമ്പടി എടുക്ക്. അങ്ങനെ ഞാൻ പല പ്രാവശ്യം ഇത് ഹസ്ബൻഡിനോട് പറയാണ്ട് തന്നെ ഞാൻ പല പ്രാവശ്യം ഓൺലൈൻ ഉടമ്പടി എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും എനിക്കത് കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഹസ്ബൻഡ് ഇതിന് പറഞ്ഞതിന് ശേഷം ഞാൻ പ്രാർത്ഥിച്ച്, മാതാവിനോട് പ്രാർത്ഥിച്ച്, സെപ്റ്റംബർ 13-ാം തീയതി 2023 ഞാൻ അവിടെ വെച്ച് ഓൺലൈൻ ഉടമ്പടി എടുത്തു, പ്രാർത്ഥിച്ചു, ഒരുങ്ങി. അവിടെ വെച്ച് തന്നെ ഖത്തറിൽ കമ്പ്യൂട്ടറിലാണ് OET എക്സാം. എനിക്ക് കമ്പ്യൂട്ടറിനെ കുറിച്ച് ഒരു വിവരവും ഇല്ല. ബേസിക് നമ്മൾ പഠിക്കുന്നുണ്ടെങ്കിലും ടൈപ്പിംഗ് ഒക്കെ നല്ല സ്പീഡ് വേണം, എനിക്ക് അത്രയും ഇല്ല. അപ്പോൾ ഹസ്ബൻഡ് അക്കൗണ്ടൻ്റാണ്. ഹസ്ബൻഡ് പല ഐഡിയാസും പറഞ്ഞു തന്നു, ഇങ്ങനെ ടൈപ്പ് ചെയ്യുന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ അവിടെ ഇരുന്ന് കുറേ ട്രൈ ചെയ്തു. അവിടെ വെച്ച് OET എക്സാം ഞാൻ എഴുതി. എൻ്റെ കയ്യിൽ ഉടമ്പടി വസ്തുക്കളൊന്നും തന്നെ ഇല്ല. അതിൻ്റേതായ വിഷമം എനിക്കുണ്ടായിരുന്നു. എന്നാലും മാതാവിനോട് പ്രാർത്ഥിച്ച് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയെല്ലാം ചൊല്ലി ഞാൻ ഖത്തറിൽ ഞാൻ കമ്പ്യൂട്ടറിൽ OET എക്സാം എഴുതി. 2 മൊഡ്യൂളിന് എനിക്ക് കിട്ടി, 2 എണ്ണത്തിന് കിട്ടിയില്ല. അപ്പോൾ എന്നെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സാർ എന്നോട് പറഞ്ഞു, ഹണി നീ കൃപാസനത്തിൽ ഉടമ്പടി എടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ ഞാൻ ഓൾറെഡി ഉടമ്പടിയിലാണെന്ന് പറഞ്ഞു. അപ്പോൾ സാറ് പറഞ്ഞു, ഓക്കെ, അങ്ങനെ ഞാൻ നിന്നോടൊരു കാര്യം പറയാം, നിനക്കും നിൻ്റെ ഫാമിലിക്കും സമ്മതമാണെങ്കിൽ നീ അവിടെ നിന്ന് റിസൈൻ ചെയ്ത് നാട്ടിൽ വന്ന് പേപ്പർ ബേസിൽ എക്സാം എഴുതാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഫാമിലിയോട് പറഞ്ഞു, എനിക്ക് ആ സമയത്ത് എവിടെ നിന്നില്ലാത്തൊരു ധൈര്യമായിരുന്നു. ഇവരെല്ലാവരും ഭയങ്കര വിഷമം OET റിസൾട്ട് കിട്ടാത്തതിന്. എൻ്റെ മമ്മിയൊക്കെ കരഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, മമ്മി എന്തിനു വിഷമിക്കണേ, എനിക്ക് 2 എണ്ണത്തിന് കിട്ടി. കമ്പ്യൂട്ടറിൽ ഒരു അറിവില്ലാത്ത എനിക്ക് 2 എണ്ണത്തിന് കിട്ടിയില്ലേ, മാതാവ് തന്നില്ലേ. അപ്പോൾ എനിക്ക് നല്ല ധൈര്യമുണ്ട്, പേപ്പർ ബേസിൽ എഴുതിയാൽ മാതാവ് എനിക്ക് തരുന്നുള്ള ഉറപ്പുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഡിസംബർ 11-ാം തീയതി അവിടെ നിന്ന് റിസൈൻ ചെയ്തു. എനിക്കൊരു ഉറപ്പുണ്ടായില്ല അന്ന് അവരെനിക്ക് റിസിഗ്നേഷൻ തരും എന്നുള്ളത്. കാരണം അവിടെ സ്റ്റാഫ് കുറവായിരുന്നു. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച് കുരിശ് വരച്ച് റെസിഗ്നേഷൻ ലെറ്റർ ഞാൻ അവർക്ക് കൊടുത്തു. അവരെ ആക്സെപ്റ്റ് ചെയ്തു. അങ്ങനെ അവിടെ നിന്ന് ഞാൻ പോന്നു. ഞാൻ ആ ആഴ്ച തന്നെ ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തു. ഇവിടെ വന്ന് ഞാൻ ജനുവരിയിൽ പേപ്പർ ബേസ് എക്സാം എഴുതി. എനിക്ക് അയർലാൻഡ് സ്കോർ ലഭിച്ചു. അന്ന് മുതൽ നമ്മൾ അടുത്ത പേപ്പർ വർക്ക് സ്റ്റാർട്ട് ചെയ്യണു. ആ സമയത്ത് പേപ്പർ വർക്ക് ഭയങ്കര ഡിലേ ആണ്. എല്ലാം ഡിലേ ആയി വന്നു. ഞാൻ DL അപ്ലൈ ചെയ്തു. DL ഭയങ്കര ഡിലേ ആയി. ഞാൻ ഖത്തറിലാണ് വർക്ക് ചെയ്തത്. അപ്പോൾ അതിൻ്റെ പേപ്പർ ബേസ് കാര്യങ്ങളൊക്കെ ഡിലേ ആയി വന്നു. അങ്ങനെ ഞാൻ അവസാനം ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. ഏപ്രിൽ 28 ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. എനിക്ക് പിറ്റത്തെ ആഴ്ച തന്നെ DL കിട്ടി. ഞങ്ങൾ അപ്ലൈ ചെയ്തു, ബാക്കിയുള്ള പ്രോസസ്സിങ്ങിന് അപ്ലൈ ചെയ്തു. അതിനുശേഷം ഞാൻ ഇവിടെ വന്നു. പിന്നീട് നമുക്ക് ഇൻ്റർവ്യൂസ് കാര്യങ്ങളൊന്നും തന്നെ കിട്ടുന്നില്ല. ഇവിടെ വന്നു 2ാമത്തെ ഉടമ്പടി പുതുക്കാൻ ഞാൻ ഇവിടെ വന്നപ്പോൾ ഞാൻ പുതിയ എൻ്റെ ഈ പാസ്പോർട്ടായിട്ട് ഞാൻ വന്ന് ഇവിടെ മാതാവിൻ്റെ സന്നിധി ഇവിടെ നിന്ന് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു, മാതാവേ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, ഇതിലൊരു ഐറിഷ് വിസ അടിച്ചെനിക്ക് കിട്ടണമെന്ന് പ്രാർത്ഥിച്ചു. അന്ന് തന്നെ എനിക്ക് മാതാവിൻ്റെ പ്രദക്ഷിണത്തിന് എനിക്ക് മാതാവിനെ കിട്ടി. ആ മാതാവിൻ്റെ രൂപം എൻ്റെ ഈ പാസ്പോർട്ടിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ഞാൻ പ്രദക്ഷിണത്തിന് പോകുന്നത്. അതിനുശേഷം എനിക്ക് പിന്നെ ഇവിടെ വന്നു. ഞങ്ങൾ 3ാമത്തെ ഉടമ്പടി പുതുക്കിയ സമയത്ത് ഞങ്ങൾ അച്ഛനെ കണ്ടു പ്രാർത്ഥിച്ചു. എല്ലാം തന്നെ ഡിലേ വന്നു. പിന്നെ ഖത്തർ PCCക്ക് ഞാൻ അപ്ലൈ ചെയ്തു. ഖത്തർ PCC അതിലും ഡിലേ ആണ്. ഇപ്പോൾ എംബസി ത്രൂ ചെയ്യേണ്ടത് കൊണ്ട് 3 മാസം എന്ന് പറഞ്ഞത് 4 മാസം വരെ നീളുണ്ടെന്ന് അവർ പറഞ്ഞു. അവസാനം ഡിസംബർ വരെ ഞങ്ങൾ വെയിറ്റ് ചെയ്തു. അതിനിടയ്ക്ക് ഇവിടെ വന്ന് 3ാമത്തെ ഉടമ്പടിയിൽ ഞാൻ അച്ഛൻ്റെ അടുത്ത് വന്ന് കൈവയ്പ്പ് ശുശ്രൂഷ മേടിച്ചു. പിന്നെ അഖണ്ഡ ജപമാലയിൽ ഞാൻ ഇതിനിടെ പങ്കെടുത്തു. ഇതിനെല്ലാം ശേഷം ഞാൻ അവസാനം മാതാവിനോട് പ്രാർത്ഥിച്ചു. മാതാവിൻ്റെ പ്രത്യക്ഷീകരണ തിരുനാൾ നടന്ന സമയത്ത് മാതാവിനോട് ഞാൻ ഒരു കാര്യം ആ ദിവസങ്ങളിൽ മൊത്തം പ്രാർത്ഥിച്ചുള്ളൂ, ഡിസംബർ 7-ന് മുമ്പ് എൻ്റെ ഖത്തർ PCC എനിക്ക് കിട്ടണം.
എന്നിട്ടും അത് ആ സമയത്തൊന്നും അത് വന്നില്ല. പിന്നെ ജനുവരിയിൽ വന്നു. ഞാൻ PCC എടുത്ത് PCC ട്രാവൽസിൽ ചെന്ന് PCC മേടിച്ചു. അത്ഭുതം എന്ന് പറയട്ടെ, എൻ്റെ PCC അപ്രൂവ് ആയിരിക്കുന്നത് ഡിസംബർ 2-നായിരുന്നു. അതെനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ PCC കൊടുത്തു. പിന്നെ അവിടെ നിന്ന് എല്ലാം വളരെ ഫാസ്റ്റായിരുന്നു. ജനുവരിയിൽ അപ്ലൈ ചെയ്തു. DL അപ്ലൈ ചെയ്തതിന് ശേഷം ഞാൻ PCCക്ക് ഞാൻ കൊടുത്തതെല്ലാം മാതാവിൻ്റെ തൈലം ഞാൻ PCCയുടെ ആപ്ലിക്കേഷനിലെല്ലാം ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഉടമ്പടി ഒപ്പിട്ട് ഞാൻ ആ ഫയലിൽ ഞാൻ ഇട്ടിട്ടാണ് ഞാൻ ആ ട്രാവൽസിന് ഞാൻ കൊടുത്തത്. അതിനുശേഷം പിന്നീട് അവിടെ നിന്ന് എല്ലാം ഫാസ്റ്റ് ആയിരുന്നു. എനിക്ക് എല്ലാം എൻ്റെ AWSഉം വിസയും എല്ലാം അപ്രൂവ് ആയതും ചൊവ്വാഴ്ച ദിവസങ്ങളിലായിരുന്നു. ഞാൻ ചൊവ്വാഴ്ച ദിവസം രാവിലെ ഞാൻ ഹസ്ബൻഡിനോടും അമ്മച്ചോടൊക്കെ പറയും, ഇന്ന് എനിക്ക് കിട്ടും, നിങ്ങൾ കണ്ടോ എന്ന് പറയും. അങ്ങനെ ധ്യാനം കൂടിയിരിക്കും. എപ്പോഴും വൈകുന്നേരങ്ങളിലാണ്, നമ്മുടെ അയർലാൻഡ് ടൈം അനുസരിച്ച് എല്ലാം ഈവനിങ് ആണ് നമുക്ക് അപ്രൂവ് ആവുള്ളൂ. ഞാൻ പ്രതീക്ഷയോട് കൂടിയിരിക്കും. ഉച്ചതിരിഞ്ഞ് ഫോണിൻ്റെ മെസ്സേജ് അടിക്കുമ്പോൾ ഞാൻ നോക്കണേക്കാൾ മുമ്പ് തന്നെ ഇവരോട് ഞാൻ പറയും, അതെനിക്ക് എൻ്റെ മാതാവ് തന്നു. അതിനുശേഷം ഓപ്പണാക്കി നോക്കുമ്പോൾ എൻ്റെ വന്നിട്ടുണ്ടാവും. AWS വർക്ക് പെർമിറ്റ് വന്നു. ചൊവ്വാഴ്ചയാണ് വന്നത്. വിസ അപ്രൂവ് ആയതും ചൊവ്വാഴ്ചയാണ്. അങ്ങനെ എനിക്ക് ഏപ്രിലിൽ എനിക്ക് ഡേറ്റ് എടുത്തു, എക്സാമിൻ്റെ ഡേറ്റ് എടുത്തു. എക്സാമിൻ്റെ ഡേറ്റ് എനിക്ക് അടുത്ത മാസം 5-6 എക്സാമിൻ്റെ ഡേറ്റ് കിട്ടിയിരിക്കുന്നത്. ഞാൻ ഈ മാസം 30 അയർലൻഡിലേക്ക് പോവാണ്. ഞാൻ 10 വർഷമായി ഈ ഒരു ആഗ്രഹത്തിന് പുറകെ നടക്കുമായിരുന്നു. ആദ്യമേ തന്നെയും അയർലൻഡ് തന്നെ പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. പക്ഷെ അത് ഇപ്പോൾ മാതാവിൻ്റെ ഈ തിരുസന്നിധി വന്നിട്ടാണ് എനിക്കത് സാധിച്ചു കിട്ടിയത്. പിന്നെ അതുപോലെ തന്നെ അടുത്ത സാക്ഷി എന്ന് പറയാനുള്ളത് ഹസ്ബൻഡിന് വന്ന രോഗസൗഖ്യമാണ്. ഹസ്ബൻഡിന് ഇടയ്ക്ക് വിശ്വാസം കുറയും കൂടും, അങ്ങനെയായിരുന്നു. പേപ്പർ ബേസൊക്കെ കുറയുന്ന ഡിലേ ആവുന്ന സമയത്തൊക്കെ ഹസ്ബൻഡ് പറയും, നിൻ്റെ വിശ്വാസം കുറഞ്ഞു എന്നുകൊണ്ട് എന്നെ കളിയാക്കും. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഹസ്ബൻഡിൻ്റെ അനിയന് ഖത്തറിൽ വെച്ച് കിഡ്നി സ്റ്റോണിൻ്റെ സർജറി അവിടെ ചെയ്യുകയുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം 2 ആഴ്ചയൊക്കെ കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡിനും ഇതുപോലെ ബാക്ക് സൈഡിൽ പെയിൻ വന്നപ്പോൾ ഹസ്ബൻഡിന് ഒരു പേടി. അനിയൻ്റെ പോലെ തന്നെ ഹസ്ബൻഡിനും ഇതുപോലെ സ്റ്റോൺ വന്നു എന്നറിയാൻ വേണ്ടി ആൾ ലാബിൽ പോയി യൂറിൻ ടെസ്റ്റ് ചെയ്ത് നോക്കി. യൂറിൻ ടെസ്റ്റിൽ അവർ പറഞ്ഞു കിഡ്നി സ്റ്റോൺ ഉണ്ടെന്ന് പറഞ്ഞു. ഡോക്ടറിനെ നിങ്ങൾ യൂറോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ യൂറോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യാൻ പോകുന്നതിനേക്കാൾ മുമ്പ് ഞങ്ങൾ തൈലം വെച്ച് ഇപ്പോൾ കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു. ഞാൻ 2 കിഡ്നിയുടെയും പൊസിഷനിൽ ഞാൻ കുരിശ് വരച്ചു. ഞങ്ങൾ സ്കാനിങ്ങിന് ചെന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഡോക്ടർക്ക് ആദ്യം യൂറിൻ റിസൾട്ടിൽ ഇങ്ങനെ വന്നത് എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു അതിന് സ്കാൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഹസ്ബൻഡിൻ്റെ അനിയന് 8 mm ഉള്ള സ്റ്റോണാണ് 2 കിഡ്നിയിലും വന്നിരിക്കുന്നത്. അത് ഖത്തറിൽ ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. സ്റ്റെൻഡ് ഇട്ട് റിമൂവ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, എന്നാൽ ശരി, എന്നാൽ നമുക്ക് സ്കാൻ ചെയ്ത് കൺഫേം ആക്കാമെന്ന് പറഞ്ഞു. സ്കാനിങ്ങിന് പോയി. ഹസ്ബൻഡ് സ്കാനിങ്ങിന് കയറി. ഞാൻ പുറത്ത് എൻ്റെ കാശ് രൂപം കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു. ഹസ്ബൻഡ് വരാൻ ഡിലേ ആവുന്നതോറും ഹസ്ബൻഡിനകത്ത് ടെൻഷൻ. കുറേ നേരം അവർ സ്കാൻ ചെയ്തു. അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട് എന്തിനാ വന്നതെന്ന്. അപ്പോൾ പറയുന്നുണ്ട് ഇങ്ങനെ യൂറിനിൽ ലാബ് ടെസ്റ്റ് ചെയ്തപ്പോൾ റിസൾട്ട് ഇങ്ങനെ കണ്ടതുകൊണ്ടാണ് ഡോക്ടർ എഴുതിയെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പിന്നെ ഞങ്ങൾ പുറത്ത് വെയിറ്റ് ചെയ്തപ്പോൾ റിസൾട്ട് ഞാൻ പുറത്ത് നിന്ന് ഒറ്റ കാര്യം പ്രാർത്ഥിച്ചുള്ളൂ, മാതാവേ ഈ റിസൾട്ട് നോർമൽ കിഡ്നി ആയിട്ട് തന്നെ കാണണം ഇംപ്രഷനിൽ. അങ്ങനെ റിസൾട്ട് വന്നപ്പോൾ കിഡ്നി നോർമലാണ്, ഒരു സ്റ്റോണും ഒന്നും തന്നെ ഇല്ല. അപ്പോൾ അങ്ങനെ ഡോക്ടറെ അടുത്തേക്ക് ചെന്നു. ഡോക്ടർ ചോദിക്കണത് എന്തിനാ നിങ്ങൾ വന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇത് സ്കാൻ ചെയ്യേണ്ട ഒരാവശ്യവും ഈ പേഷ്യൻറ്റിന് ഇല്ലയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് ദൈവത്തിൻ്റെ അനുഗ്രഹം, അല്ലാതെ നമുക്ക് വേറെ ഒന്നും പറയാനില്ല. അതിനുശേഷം ഞങ്ങൾ അപ്പോൾ ഹസ്ബൻഡിന് വിശ്വാസം കൂടി. അപ്പോൾ ഹസ്ബൻഡ് തന്നെ പറഞ്ഞു ഇതെനിക്ക് മാതാവിൽ വിശ്വാസം കൂട്ടാൻ വേണ്ടി മാതാവ് തന്നതാണ്, ഇപ്പോൾ എനിക്ക് എൻ്റെ വിശ്വാസം കൂടിയെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ എൻ്റെ അമ്മയുടെ അമ്മ ആൾ വയസ്സായതാണ്, 85 വയസ്സായി. ആളെ എല്ലാം ഓടി നടന്ന് ചെയ്തുകൊണ്ടിരുന്നതാണ്. പെട്ടെന്ന് ആൾ വീട്ടിൽ പുല്ലിന് മരുന്നടിച്ചതാണ്. അപ്പം മരുന്നിൻ്റെ ഒരു സൈഡ് എഫക്റ്റായിട്ട് ആൾക്ക് ഹെർപ്പീസ് പോലെ വന്നു. അപ്പോൾ ഈ പ്രായത്തിൽ ഹെർപ്പീസ് പ്രായാധികത്തിൻ്റേതായി വന്നതെന്ന് പറഞ്ഞ് ഡോക്ടർമാർ പറഞ്ഞു. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ വേരിക്കോസൈറ്റീസും വന്നു. രണ്ടും കൂടി ആയപ്പോൾ ഒരു വിരൽ മുറിഞ്ഞു പോയാൽ പോലും കരയാത്ത എൻ്റെ അമ്മാമ്മ ആശുപത്രി അതുപോലെ കിടന്ന് കരഞ്ഞു. അതിനുശേഷം അപ്പം ബയോപ്സിക്ക് അയക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ വീട്ടുകാർക്ക് മൊത്തം ടെൻഷനായി. എന്തിന് ബയോപ്സിക്ക് എന്ന് പറയുമ്പോൾ ടെൻഷൻ കയറുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ബയോപ്സിക്ക് അയക്കുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വേഗം ലൈറ്റ് അഗൈൻ പ്രയർ റിക്വസ്റ്റ് ഞാൻ വിട്ടു. ഞാൻ അവിടുന്ന് പ്രാർത്ഥിച്ചു. മാതാവിൻ്റെ കാശ് രൂപം ഞാൻ അമ്മാമ്മയുടെ കയ്യിൽ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അമ്മാമ്മ ഇവിടെ വന്ന് ഓൾറെഡി പ്രാർത്ഥിച്ചു പോയിട്ടുള്ളതാണ്. അങ്ങനെ ബയോപ്സി റിസൾട്ട് വന്നു. ബയോപ്സി റിസൾട്ട് നെഗറ്റീവായിരുന്നു. അമ്മാമ്മോട് ഞാനത് പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു, ഞാനിങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു എന്ന് അമ്മാമ്മോട് പറയുകയും ചെയ്തു. പിന്നെയുള്ളത് എൻ്റെ അനിയൻ്റെ കാര്യം.
അവൻ ഇലക്ട്രീഷ്യനായിട്ട് ഖത്തറിൽ വർക്ക് ചെയ്യായിരുന്നു. അവൻ പഠിച്ചിരുന്നത് ഹോട്ടൽ മാനേജ്മെൻറ്റാണ്. അവന് വേക്കൻസി ഒന്നും കിട്ടാത്തത് കൊണ്ടാണ് ആൾ ഇലക്ട്രീഷ്യനായിട്ട് കസിൻ വഴി പോയത്. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ വെക്കേഷന് കഴിഞ്ഞ കൊല്ലം വന്നു. വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ചു ചെന്നപ്പോൾ അവിടുത്തെ കഠിനമായ ചൂടും ഇവന് പുറത്ത് ഡ്യൂട്ടികളൊക്കെ കിട്ടിയപ്പോൾ ഇവൻ അവിടെ വെച്ച് തല കറങ്ങി വീണു. ഇവൻ പറയുന്നത് ഇവന് ശ്വാസം കിട്ടുന്നുണ്ടായിരുന്നില്ല. അവർ പെട്ടെന്ന് ആംബുലൻസ് വിളിച്ച് ഇവനെ അവിടുത്തെ ഗവൺമെൻറ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ 2 പ്രാവശ്യം പറ്റിയപ്പോൾ കൊച്ചു പേടിച്ചു. കൊച്ചു പറയുന്നത് ഞാൻ മരിച്ചു പോവും മമ്മി എന്ന് പറഞ്ഞിട്ട് അവൻ വീട്ടിലേക്ക് വിളിച്ച് കരഞ്ഞു തുടങ്ങി. അപ്പോൾ മമ്മി പറഞ്ഞു ഇവൻ പോയിട്ട് 1 മാസം പോലും ആയിട്ടില്ല തിരിച്ച്. മമ്മി പറഞ്ഞു മമ്മിയെ ഞങ്ങളുടെ കസിന് വിളിച്ച് പറഞ്ഞു എൻ്റെ കൊച്ചിനെ നാട്ടിലേക്ക് പറഞ്ഞു വിട്ടേക്ക്, അതിന് വേണ്ട ടിക്കറ്റ് കാശ് എന്താണെങ്കിലും ഞാൻ നാട്ടിൽ നിങ്ങൾ അയച്ചേക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അനിയനെ അവരവിടെ നിന്ന് നാട്ടിലേക്ക് പറഞ്ഞു വിട്ടു. ഇവിടെ വന്നിട്ട് അവനെ ജോലി പോയതിൻ്റെ ബുദ്ധിമുട്ടാണോ ഇങ്ങനെ അസുഖം വന്നതിൻ്റെ ബുദ്ധിമുട്ട്, കൊച്ചു മുറിയിൽ നിന്നൊന്നും പുറത്തിറങ്ങണില്ല, ആകെ ഒരു ഡിപ്രഷൻ മൂടായി. അപ്പം അമ്മയ്ക്ക് ഭയങ്കര പേടിയായി. മമ്മി പറഞ്ഞു നീ പ്രാർത്ഥിക്കണം, മാതാവിനോട് പ്രാർത്ഥിക്കണം, കൊച്ചിന് എന്തോ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വീണ്ടും ഇവന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. ഇവിടെ അതിന് ശേഷം 3ാമത്തെ ഉടമ്പടിയുടെ സമയത്ത് ഞാൻ ഇവൻ്റെ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. ഇവൻ്റെ ഫീൽഡിൽ തന്നെ ഇവനൊരു ജോലി കിട്ടണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അതിനുശേഷം ഇവൻ്റെ ഒരു കസിൻ വഴി, ഞങ്ങളുടെ കസിൻ വഴി തന്നെ ഇവന് ഹോട്ടൽ മാനേജ്മെൻറ്റിൽ തന്നെ ഇവന് ഖത്തറിൽ തന്നെ വീണ്ടും ജോലി കിട്ടി. ഇവൻ ഐഡിയ ഉള്ളത് കൊണ്ട് മാത്രമാണ് അവരത് തന്നത്. അങ്ങനെ ഇവൻ ഖത്തറിലേക്ക് വീണ്ടും ജോലിക്ക് പോയി. ഖത്തറിൽ ഇവിടെ ചെന്നു. അതിനുശേഷം ഇവൻ്റെ ഫോൺ അവിടെ വെച്ച് കംപ്ലൈൻ്റായി. ഫോൺ കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞിട്ട് ഇവൻ ഒരു മെസ്സേജിന് ടിക്ക് വീഴുന്നുണ്ട് വാട്സപ്പിൽ, പക്ഷേ ഇവൻ കാണുന്നില്ല മെസ്സേജ്. അപ്പം മമ്മിക്ക് അത്രയും അറിയാത്തതുകൊണ്ട് മമ്മി എന്നോട് പറഞ്ഞു നീ മെസ്സേജ് അയച്ച് നോക്ക്. അവൻ മെസ്സേജ് വിളിക്കണില്ല. എനിക്ക് ആകെ ടെൻഷനായിട്ട് മേല, കൊച്ചിന് എന്തോ പറ്റിയെന്ന് തോന്നുന്നുണ്ട്, അവൻ വിളിക്കണില്ല. ആ ഹോട്ടലിലാണെങ്കിൽ നമുക്ക് വിളിക്കാൻ പറ്റിയ ആരും തന്നെ ഇല്ല. അപ്പോൾ ഞാൻ ഒരാഴ്ച കഴിയുമ്പോൾ തിങ്കളാഴ്ച ചൊവ്വാഴ്ച മെസ്സേജ് കണ്ടിട്ട് പിന്നെ അറിവ് അവനെക്കുറിച്ച് ഇല്ല. അതിനുശേഷം ഞാൻ ശനിയാഴ്ച ഞങ്ങളുടെ പള്ളിയിൽ പോയി മാതാവിൻ്റെ നൊവേന കൂടിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ ഒറ്റ കാര്യം മാതാവിനോട് പറഞ്ഞു, മാതാവേ എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല, ഇന്ന് എൻ്റെ അനിയൻ വിളിച്ചിട്ടുണ്ടാവണം, എൻ്റെ മമ്മി അവിടെ കിടന്ന് കരച്ചിലാണ്. അങ്ങനെ ഞാൻ വീട്ടിലേക്ക് വന്നു. ഉച്ചയ്ക്ക് മമ്മീനെ ഞാൻ സാധാ ഉച്ചയ്ക്ക് വിളിച്ചു. മമ്മി പറഞ്ഞു ഇതുവരെ അവൻ വിളിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു മമ്മിയുടെ കയ്യിൽ ആരുടെയും നമ്പർ ഇല്ല അവൻ തന്നത്. അപ്പോൾ മമ്മി ഇങ്ങനെ ഫോണിൽ തപ്പി മമ്മി പറഞ്ഞു എടി ഒരു HR എന്ന് പറഞ്ഞൊരാളെ കിടക്കുന്നത് അവിടുത്തെ ആണോ എന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു മമ്മി ഒന്നും നോക്കണ്ട, മമ്മി അതിലേക്ക് ഫോൺ വിളിക്കുക, എന്തെങ്കിലും ഒരു വിവരം അവനെ കിട്ടട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ മമ്മി ആ ഫോണിലേക്ക് വിളിച്ചപ്പോൾ ആ HR-ന് ഇവൻ വർക്ക് ചെയ്യുന്ന ഹോട്ടലിലെ ആളെ അറിയാം, അവിടുത്തെ HR-നെ അറിയാം. അങ്ങനെ അവിടേക്ക് വിളിച്ചു. ഇങ്ങനെ ഒരാൾ ആൻ്റണി എന്ന് പറഞ്ഞ ഒരാൾ അവിടെ ജോലി ചെയ്യണമെന്നാണ് ആദ്യം ചോദിച്ചത്. അപ്പോൾ അവർ പറഞ്ഞു അവനിവിടെ ജോലി ചെയ്യുന്നുണ്ട്, അന്ന് അവനോട് എത്രയും പെട്ടെന്ന് തന്നെ അവനെ വീട്ടിലേക്ക് വിളിക്കാൻ പറ, വീട്ടുകാർ ടെൻഷൻ അടിച്ചിരിക്കുകയെന്ന് പറഞ്ഞു. അങ്ങനെ അവൻ അവിടുത്തെ മാനേജറിൻ്റെ ഫോണിൽ നിന്ന് വിളിച്ചു. അവൻ പറഞ്ഞു മമ്മി എൻ്റെ ഫോൺ കംപ്ലൈൻ്റായി, എനിക്ക് സാലറി കിട്ടുന്നവരെ എനിക്ക് ഫോൺ മേടിക്കാൻ വേറെ വഴിയില്ല, ഞാൻ ഇവരോട് പറഞ്ഞതാണ് എൻ്റെ ഫോൺ കംപ്ലൈൻ്റായി, എനിക്കൊന്ന് വീട്ടിലേക്ക് വിളിക്കണം എന്ന് പറഞ്ഞപ്പോൾ അവരാദ്യം സമ്മതിച്ചില്ല എന്ന് പറഞ്ഞു. അപ്പോൾ മമ്മി എന്നെ അപ്പം തന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഹണി നീ പറഞ്ഞ പോലെ തന്നെ മാതാവ് നിന്റെ പ്രാർത്ഥന കേട്ടു, അനിയൻ വിളിച്ചു, അവനൊരു കുഴപ്പമില്ല, അവനിപ്പോൾ ഡെയിലി വിളിക്കുന്നുണ്ട്, അവനൊരു കുഴപ്പമില്ല. കാരുണ്യ പ്രവൃത്തികളായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ഇവിടുന്ന് കിട്ടുന്ന പത്രങ്ങൾ ഞങ്ങളുടെ അയൽവാസികൾക്കും അവരൊക്കെ ഞാൻ കൊണ്ടു കൊടുക്കാൻ വേണ്ടി അവർ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അവർ പറഞ്ഞു ഹണിയുടെ പത്രം ഞങ്ങൾ നോക്കിയിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് ആൾക്കാർ. പിന്നെ കടകളിലും അവിടെയൊക്കെ കൊണ്ടു കൊടുക്കും. പിന്നെ ഞങ്ങളുടെ കാഞ്ഞൂർ ഞങ്ങളുടെ അടുത്തുള്ളൊരു സിസ്റ്റേഴ്സ് നടത്തുന്ന ഒരു ഓർഫണേജ് ഉണ്ട്. അതെന്ന് പറയുന്നത് മെൻ്റലി ഡിസേബിൾഡ് ആയ ആൾക്കാരുടെ ഇതാണ്. ഞാൻ പഠിച്ചിരുന്ന സമയത്ത് മാത്രമാണ് ഞാൻ അവരായിട്ടുള്ളൊരു കോൺടാക്റ്റിൽ ഉണ്ടായിട്ടുള്ളൂ. അതിനുശേഷം ഇപ്പോൾ ഈ ഇടയ്ക്കാണ് നമ്മൾ അവരായിട്ട് കോൺടാക്റ്റിൽ വന്നപ്പോൾ അവരുടെ ഒരു ബുദ്ധിമുട്ടുകൾ നമുക്ക് കൂടുതലായിട്ട് മനസ്സിലായത്. പിന്നെ ഹസ്ബൻഡിന് അതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. അവർക്ക് ഫുഡൊക്കെ ആയിട്ട് ആൾക്കാർ കൊണ്ടു കൊടുക്കുന്നുണ്ട്, പക്ഷേ സാമ്പത്തികമായി സഹായിക്കാൻ അവിടെ അധികം ആൾക്കാരില്ല. പിന്നെ അവരുടെ മരുന്നിനൊക്കെ ആണെങ്കിൽ സൈക്യാട്രിക് മെഡിസിൻസിനൊക്കെ ഭയങ്കര വിലയാണ്. അപ്പോൾ ഞങ്ങളെക്കാളാവുന്ന വിധത്തിൽ ഞങ്ങൾ സഹായങ്ങൾ അവർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ജോലി കിട്ടിയാലും മന്ത്ലി ഞാൻ അവർക്ക് മെഡിസിൻ മേടിക്കാനുള്ള പേയ്മെൻറ്റ് ഞാൻ അവർക്ക് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആത്മീയ ജീവിതത്തിൽ ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥന ഞങ്ങൾ ഡെയിലി കുടുംബ പ്രാർത്ഥന നടക്കുന്നുണ്ട്. അല്ലെങ്കിൽ എന്തെങ്കിലും വിശേഷ ദിവസങ്ങളെന്ന് പറഞ്ഞപ്പോൾ ഇന്നലെയൊക്കെ ഞങ്ങളുടെ പള്ളിയിൽ പാസ് നടക്കണം. അപ്പോൾ ഞങ്ങൾ നോർമലി അങ്ങനെയുള്ള ദിവസങ്ങളിൽ വരുന്ന കുടുംബ പ്രാർത്ഥന ഉണ്ടാവാറില്ലായിരുന്നു മുൻപ്. പക്ഷേ ഇപ്പോൾ ഞങ്ങൾ എല്ലാവരും ദിവസവും കുടുംബ പ്രാർത്ഥനയുണ്ട്. ഞാൻ ഡെയിലി പള്ളിയിൽ പോകുന്നുണ്ട്, 2 ആഴ്ചത്തെ കുമ്പസാരം എല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ
രോഗികളെ വീടിനടുത്തുള്ള രോഗികളുണ്ട്, രോഗികളെ സ്ട്രോക്ക് വന്ന ചേട്ടനൊക്കെ ഉണ്ട്, വീടിനടുത്തൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് അവരുടേതായ ആവശ്യങ്ങൾക്ക് ഇഞ്ചക്ഷൻ എടുക്കാനോ ചിലപ്പോൾ ഡ്രിപ്പ് ഇടാനൊക്കെ ഓരോരുത്തർ വിളിക്കും. അപ്പോൾ അതിനൊക്കെ ചെല്ലുമ്പോൾ അവരൊക്കെ പറയും, ഓ ഹണി ഇവിടെ ഉള്ളത് ഞങ്ങൾക്ക് വലിയൊരു സഹായമാണ്, എത്ര നാളുണ്ടാവും, ഹണി പോകുന്നത് വരെയല്ലേ ഞങ്ങൾക്ക് ഈ സഹായമുള്ളൂ എന്ന് പറയും. അപ്പോൾ ഞാൻ പറയും, എല്ലാ മാതാവിൻ്റെ അനുഗ്രഹം, ഇങ്ങനെ ഒരു മാതാവായിട്ട് എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ്, അല്ലാതെ അല്ലെങ്കിൽ ഞാനിവിടെ ഇല്ലെങ്കിൽ എനിക്കിത് ചെയ്യാൻ പറ്റില്ല. അവർ വേറെ നഴ്സിനൊക്കെ തപ്പി നടക്കണം, അവിടെ അടുത്തൊന്നും വേറെ നഴ്സുമാരില്ല താനും. അപ്പോൾ പിന്നെ എനിക്ക് മുല്ലപ്പൂവിൻ്റെ അഭിഷേകം ഉണ്ടായത് ഇവിടെ വന്ന് ഞാൻ പുതിയ പാസ്പോർട്ടായിട്ട് ഞാൻ ഇവിടെ വന്ന് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു, എൻ്റെ മാതാവ് എൻ്റെ കാര്യത്തിൽ എൻ്റെ അമ്മ ഇടപെടാത്തതെന്ന് ഞാൻ ചോദിച്ചു. ഇവിടെ നിന്ന സമയത്ത് എൻ്റെ മൂക്കിലേക്ക് അത്തറിൻ്റെയൊക്കെ മണം പോലത്തെ ഒരു മണം കൂടെ അടിച്ച് ഞാൻ കണ്ണടച്ച് നിന്ന് ഞാൻ കണ്ണടച്ച് കരഞ്ഞുകൊണ്ട് നിന്ന് ഞാൻ കണ്ണ് തുറന്നു, എൻ്റെ അടുത്ത് ആരെ വന്നേന്ന്. പക്ഷേ എൻ്റെ അടുത്ത് ഹസ്ബൻഡും ഇപ്പുറത്ത് നിന്ന് ആ ആൾ മാറിയിട്ടില്ല, പുതിയ ആരും വന്നിട്ടുമില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി, അമ്മേ നീ എൻ്റെ കൂടെ ഉണ്ടെന്ന് തന്നെ എനിക്ക് മനസ്സിലായി. പിന്നെ അതുപോലെ തന്നെ വീട്ടിൽ വെച്ചും ഒരു ദിവസം പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സുഗന്ധാഭിഷേകം ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ പള്ളിയിൽ നിന്ന് വന്ന് വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഒരു സുഗന്ധാഭിഷേകം. അപ്പോൾ ഞാൻ നോക്കി, അപ്പം മുല്ലപ്പൂവിൻ്റെ സമയമല്ല. അപ്പോൾ ഞാൻ വീട്ടിൽ വന്നപ്പോൾ പറഞ്ഞു, ഇന്ന് എനിക്ക് മുല്ലപ്പൂവിൻ്റെ അഭിഷേകം ഉണ്ടായിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു, വീട്ടിലൊന്ന് പറഞ്ഞു. പിന്നെ ഞാൻ മാതാവിൻ്റെ എന്നെ ഹണിന്ന് വിളിക്കുന്ന ഒരു ശബ്ദം, ഞാൻ ആ ശബ്ദം ഞാൻ ഒരു പാട്ടുകാരുടെയൊക്കെ ശബ്ദം പോലെ നല്ല മധുരമായൊരു ശബ്ദം, എൻ്റെ റൂമിലുള്ള ആളുടെ ശബ്ദമല്ല. ആ സമയത്ത് റൂമിൽ ഉണ്ടായിട്ടുമില്ല. ഞാൻ ലാപ്ടോപ്പിൽ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, റൈറ്റിംഗ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഉറങ്ങിപ്പോകാൻ ഒരു വഴിയുമില്ല. 9 മണി ആയിട്ടുള്ളൂ, അന്നൊരു ഫ്രൈഡേ ആയിരുന്നു. ഞാൻ പള്ളിയിൽ പോയി വന്ന്, അന്ന് ലീവായിരുന്നു എനിക്ക്. ഞാൻ ലീവിന് റൂമിൽ നിന്ന് പഠിക്കുന്ന സമയത്ത് ഞാൻ എങ്ങനെ ഉറങ്ങിയെന്നറിയില്ല, കാരണം ഞാൻ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് എൻ്റെ മനസ്സിലുണ്ട്. ഞാൻ പെട്ടെന്ന് ഹണിന്നൊരു വിളി വന്നപ്പോൾ ഞാൻ യെസ് എന്ന് പറഞ്ഞിട്ട്, കാരണം റൂമിലുള്ള ആൾ മലയാളിയല്ല, യെസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ തിരിഞ്ഞപ്പോൾ റൂമിൽ ആരുമില്ല. അപ്പോൾ ഞാൻ എങ്ങനെ ഉറങ്ങിയെന്ന് പോലും എനിക്കറിയാം. ഞാൻ ഉറങ്ങിയിട്ടാണോ അതെ എനിക്ക് എന്താ സംഭവം എന്ന് എനിക്കറിയില്ല. ഞാൻ വേഗം റൂമൊക്കെ തുറന്ന് നോക്കി, പുറത്ത് ആൾ വന്നിട്ടുണ്ടോ നോക്കിയപ്പോൾ ആരും വന്നില്ല. ഞാൻ അപ്പോൾ തന്നെ വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞു, എനിക്കിങ്ങനെ ഒരു ശബ്ദം ഞാൻ കേട്ടു, എന്ത് മധുരമുള്ള ശബ്ദമാണെന്ന് പറയും, എൻ്റെ റൂംമേറ്റിൻ്റെ ശബ്ദം ആ ശബ്ദം അല്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് മമ്മി പറഞ്ഞു അത് നിന്നെ മാതാവ് ഇപ്പോൾ പഠിക്കാൻ വേണ്ടി നീ ഉറങ്ങിയെങ്ങാനും പോയിട്ടോ, നിനക്ക് ഓർമ്മയില്ലാണ്ടായിരിക്കും, മാതാവ് നിന്നെ വിളിച്ചുണർത്തിയതായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെയുള്ള അനുഭവങ്ങളാണ് എനിക്കുണ്ടായിട്ടുണ്ട്. പിന്നെ തൈലത്തിൻ്റെ എന്ന് പറയുന്നത് ഹസ്ബൻഡിനുണ്ടായിരുന്ന തൈലത്തിൻ്റെ അഭിഷേകം ഉണ്ട്. പിന്നെ എൻ്റെ കുഞ്ഞ് അവൾ ഡെയിലി സ്കൂളിൽ പോകുമ്പോൾ മമ്മി എനിക്ക് തൈലം പറ്റിത്തായോ, എൻ്റെ ഉവാവും മുറിവൊക്കെ സ്കൂളിൽ നിന്ന് വീണിട്ട് തന്നെ ഉവാവുമൊക്കെ അവൾ പറയും, മമ്മി ഇതും എനിക്ക് പറ്റിത്തായോ, മമ്മിയുടെ മാതാവിൻ്റെ എണ്ണ പരട്ടി എൻ്റെ അസുഖം മാറി കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഡെയിലി തേനും ഉപ്പും തൈലൊക്കെ പറ്റിയിട്ട് ആൾ സ്കൂളിൽ പോവുള്ളൂ. അങ്ങനെ എല്ലാവരും പ്രാർത്ഥനയിൽ തരുന്നു. ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനെ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും പേരിൽ ഞാൻ നന്ദി പറയുന്നു.